കണ്ണൂർ തളിപ്പറമ്പിൽ വൻ തീപിടുത്തം. ദേശീയപാതയോരത്തുള്ള നിരവധി കടകൾ കത്തിനശിച്ചു. മണിക്കൂറുകളോളം ശ്രമിച്ചിട്ടും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഫയർഫോഴ്സ് എത്താൻ വൈകിയെന്നാരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധവുമുണ്ടായി. തീയണയ്ക്കാനുള്ള എല്ലാ ശ്രമവും തുടരുകയാണെന്ന് തളിപ്പറമ്പ് MLA കൂടിയായ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഫെലിക്സ് ഇപ്പോൾ ചേരുന്നുണ്ട് തളിപ്പറമ്പിൽ നിന്ന്. ഫെലിക്സ്, ഇത്രയും നേരമായിട്ടും തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലേ? നേരത്തെ ഫയർഫോഴ്സ് എത്തുന്നതിൽ വൈകി എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇപ്പോൾ ഏതായാലും തീ കുറെയൊക്കെ അണയ്ക്കാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ തീ പൂർണ്ണമായും നിയന്ത്രണവിധേയമായി എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ നേരത്തെ നിന്നിരുന്ന സ്ഥലം പുറത്തായിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കോംപ്ലക്സിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. കോംപ്ലക്സിനുള്ളിലെ ദൃശ്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് പുറത്തുനിന്നും തീ ഇങ്ങോട്ടേക്ക് കത്തി പടർന്ന് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരെ എത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ പുറത്തുനിന്നും ഏതാണ്ട് ഒരു 15 മീറ്റർ ഉള്ളിലേക്ക് തീ വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതായാലും തീ വന്നിട്ടില്ല. അപ്പോൾ അതൊരു ആശ്വാസകരമാണ്. പക്ഷേ ഇവിടെയുള്ള തീ, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്തെ തീ, അത് ഉള്ളിലുള്ള തീയാണ്, പുറത്തെ തീയല്ല. ഉള്ളിലുള്ള തീ ഏതായാലും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. തീർച്ചയായിട്ടും അത് എത്രയും വേഗം അടയ്ക്കുക എന്നുള്ളതാണ് അതിനുള്ള. സേഫ് ആണോ? അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ സേഫ് ആണോ? ഈ ഭാഗത്ത് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. ഈ ഭാഗത്തേക്ക് അധികം തീ ഇതിനുള്ളിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതിന്റെ മുകൾ വശം ഒരു വശത്ത് മാത്രമാണ് തീ ഉള്ളത്. അതുകൊണ്ട് അത്ര പ്രശ്നമില്ല എന്നതാണ്. അതുകൊണ്ട് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സിന്റെ ആളുകളടക്കമുള്ളവർ ഇവിടെ നിൽക്കുന്നുണ്ട്. പരമാവധി തീ അണയ്ക്കാൻ ഉള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ഫയർഫോഴ്സിന്റെ ഈ ശ്രമങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കുറെയൊക്കെ നമുക്ക് അത് ആവശ്യത്തിനുള്ള ഫയർഫോഴ്സ് യൂണിറ്റ്, അവിടുത്തെ തീ അണയ്ക്കാൻ ആവശ്യത്തിനുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് സമീപ ജില്ലകളിൽ നിന്നാണെങ്കിലും ഒക്കെ എത്തിക്കഴിഞ്ഞോ? ഇപ്പോൾ കാസർഗോഡ് നടക്കം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മൊത്തം 8 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ എണ്ണം നമുക്ക് അറിയില്ല.